കേരള വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായി മുണ്ടക്കയം പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ പ്രദേശത്ത് കണ്ടിമല, പശ്ചിമ, അതുപോലെ തന്നെ കുളമാക്കൽ, പുഞ്ചവേല്, പുലിക്കുന്ന് അവിടെയാണ് ഇപ്പം കൂടുതലായിട്ട് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. സമീപകാലത്താണ് പുലിക്കുന്നിൽ നമ്മളൊരു പുലിയെ കെടിവെച്ച് എൻ്റെ വനം വകുപ്പ് പിടിച്ചതും. പിന്നെ മുറുകൻ്റെ വലിയ ശല്യമുള്ള പ്രദേശം ആണ് നമ്മുടെ വെട്ടുവില്ലാപ്പൊടി, വർത്താനം മേഖലകളാണ്. ഈ പ്രശ്നമെല്ലാം വളരെ ഗൗരവമായി ഗവൺമെൻറ് ശ്രദ്ധയിലുണ്ട്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വന്യജീവി സംഘർഷമുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് പുഞ്ചവേല്, കണ്ണിമല ഭാഗത്ത് കാട്ടാന ശല്യവും കാട്ടുപോത്തിൻ്റെ ശല്യവും കാട്ടുപന്നി ശല്യം 21 വാർഡിലും വ്യാപകമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറുനരികളുടെ ആക്രമണം, ഇവിടുത്തെ ഒരു മെമ്പർ തന്നെ കുറുനരിയുടെ ആക്രമണം നേരിട്ട ആളാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ കാരണത്താൽ കർഷകർക്ക് കാർഷിക വൃത്തി പുലർത്തിക്കൊണ്ട് പോകുന്നതിന് സാധിക്കാതെ വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ 16 തീയതി മുതൽ 30 വരെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കെതിരെ വന്യജീവികൾ നടത്തുന്ന ആക്രമണം, അതിന് പരാതി കൊടുക്കുന്നതിനും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുക എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരിക. അതനുസരിച്ച് ഒക്ടോബർ 16 മുതൽ 30 വരെ നാട്ടിലുള്ള കർഷകർക്ക് പരാതി സമർപ്പിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനുമായിട്ട് പഞ്ചായത്തിന് അതിനൊരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CV അനിൽകുമാർ, ഷിജി ഷാജി, ദിലീഷ് ദിവാകരൻ, പ്രസന്ന ഷിബു, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തുകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ 30ഓളം പഞ്ചായത്തുകളിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങളുള്ളതിനാൽ ആ പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വന്യജീവികളുടെ സാന്നിധ്യം മൂലവും ഉണ്ടാകുന്ന കൃഷിനഷ്ടം, ജീവഹാനി, പിന്നെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുള്ളത്. വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട പരാതികൾ ഹെൽപ്പ് ഡെസ്കിൽ അറിയിക്കാവുന്നതാണ്. പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന സമയങ്ങളിലായിരിക്കും ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ലഭിക്കുക. സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 30 വരെയാണ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.